വന്യജീവി ശല്യം പരിഹരിക്കാൻ കഴിയും വിധം കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേരള നിയമസഭ ഏകകണ്ഠമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി എത്ര തവണ ലോക്സഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്? ചോദ്യം 2, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ദേശീയ തലത്തിൽ ഉയർത്താൻ എന്താണ് കോൺഗ്രസിന് തടസ്സം? മലയോര സമരജാഥ നടത്തുന്ന VD സതീശനും കൂട്ടരും മലയോരത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ട ചോദ്യങ്ങളാണിവ. കാട്ടുമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതും കന്നുകാലികളുടെയും മനുഷ്യരുടെയും ജീവനെടുക്കുന്നതും അവസാനിപ്പിക്കേണ്ടത് കേരളത്തിന്റെ പൊതു ആവശ്യമാണ്. നാം നേരിടുന്ന വന്യജീവി ആക്രമണത്തെ നമുക്ക് തന്നെ പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്ക് അതിനാവശ്യമായ അധികാരം നൽകി കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക. 2024 ഫെബ്രുവരി 24 ഇക്കാര്യം ആവശ്യപ്പെട്ട് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിലെ ആവശ്യവും ഇവയായിരുന്നു. ആ പ്രമേയത്തിൽ നാം എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്? 1. വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ അടിയന്തര നടപടിയെടുക്കാൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് പൂർണ്ണമായ അധികാരം നൽകണം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആക്രമണകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നിലവിലുള്ള വന്യജീവി നിയമത്തിലെ കർശന വ്യവസ്ഥകൾ തടസ്സമാണ്. അവ കാലാനുസൃതമായി ഭേദഗതി ചെയ്യണം. 3. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. ഇവയാണ് കേന്ദ്രത്തോട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചാവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. നമുക്കറിയേണ്ടത് ഇതാണ്: കേന്ദ്ര വന്യജീവി നിയമ ഭേദഗതി ബിൽ കേന്ദ്രം ചർച്ച ചെയ്തപ്പോൾ ഈ ആവശ്യം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? അന്ന് അദ്ദേഹം വയനാട് MP ആയിരുന്നല്ലോ. നമ്മുടെ ആവശ്യത്തോട് എന്തായിരുന്നു ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനം? അതറിയാൻ ഒരു ഉദാഹരണം പറയാം. നാം ഡ്രാക്കോണിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമമാണല്ലോ കേന്ദ്ര വന്യജീവി നിയമം. ആ നിയമത്തെ ജയറാം രമേശ് എന്ന കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ് പ്രകീർത്തിക്കുന്നത് കാണൂ. The Wildlife Protection Act is one of the most successful acts in our country. It has protected the lions, it has protected tigers, it has protected elephants. So we celebrate the Wildlife Protection Act of 1972. It was a courageous and visionary move on the part of a Prime Minister to bring this law at a time when it was not fashionable to talk about environment, climate change, biodiversity and so on. 1972 വരെ സംസ്ഥാനത്തിന്റെ കൈവശമുണ്ടായിരുന്ന അധികാരമാണിത്. 1972 ഇന്ദിരാഗാന്ധിയാണ് ഈ അധികാരം സംസ്ഥാനത്ത് നിന്ന് കവർന്നെടുത്തത്. ജയറാം രമേശ് ഇക്കാര്യം അഭിമാനത്തോടെ ഓർമ്മിക്കുന്നത് കാണുക. This act was passed by Parliament when wildlife was in the state list of the Constitution. This matter came up when Indira Gandhi became Prime Minister. She was a very ardent conservationist and she found a way to pass an act by Parliament on a subject belonging to the state list. She resorted to Article 252, which empowers Parliament to pass a law on a state list. ഇന്ദിരാഗാന്ധിയെ വാനോളം പുകഴ്ത്തുകയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ഇവരൊക്കെ ചേർന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നയം തീരുമാനിക്കുന്നത്. വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം തിരിച്ചു നൽകണമെന്ന ആവശ്യത്തെ ഇവരെങ്ങനെയാണ് പിന്തുണയ്ക്കുക? 7 തവണയാണ് കേന്ദ്ര വന്യജീവി നിയമം പാർലമെന്റ് ഭേദഗതി ചെയ്തത്. 5 തവണയും കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ, 2 തവണ BJP. ഓരോ ഭേദഗതിയും ഈ നിയമത്തെ കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനോ നമ്മുടെ ഉദ്യോഗസ്ഥർക്കോ ചലിക്കാൻ പഴുതില്ലാത്ത നിയമമാണ് ഇപ്പോഴുള്ളത്. ഇത് വീണ്ടും കർശനമാക്കണമെന്നാണ് ജയറാം രമേശിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കേരള നിയമസഭയുടെ പ്രമേയമൊക്കെ അവർ പുച്ഛിച്ച് ചവറ്റുകുട്ടയിൽ തള്ളുകയേ ഉള്ളൂ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുമ്പോഴേ കേന്ദ്രത്തിന് പ്രശ്നമുള്ളൂ. കാട്ടുപന്നി കടുവയുടെ ആഹാരമാണെന്നും അതുകൊണ്ട് അതിന് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനാവില്ലെന്നും പറഞ്ഞാണ് കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയത്. പക്ഷെ ബീഹാറിൽ കേന്ദ്രത്തിന് ഈ നയമല്ല. പലതവണ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി അംഗീകരിച്ച് അവയെ കൊല്ലാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ ബീഹാറിന് നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനേ പാടില്ല എന്ന നയം കേന്ദ്ര സർക്കാരിനില്ല. കേരളം ആവശ്യപ്പെടുമ്പോഴാണ് യുക്തിശൂന്യമായ ന്യായങ്ങൾ പറഞ്ഞ് ഈ നിഷേധാത്മകമായ സമീപനം. അതിൻ്റെ കാരണം വിശദീകരിക്കേണ്ടതില്ല. കേരള ജനതയോടുള്ള കേന്ദ്ര ഭരണകർത്താക്കളുടെ മനോഭാവം അങ്ങനെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? കോൺഗ്രസിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവടക്കം ഏറ്റവും കൂടുതൽ MPമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ഈ നാട്ടിലെ ജനത നേരിടുന്ന ഏറ്റവും വലിയ ജീവൽ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ശക്തമായി അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല.
അതിന്റെ കാരണമാണ് ഈ കേരളത്തിലെ ജനതയോട് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കേണ്ടത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ മുൻഗണനയിൽ നമ്മുടെ ഈ ആവശ്യം ഇല്ല. വയനാട് MP ആയിരുന്നപ്പോൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി ഒരു നിവേദനമെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് കേരളത്തോട് കോൺഗ്രസ് വെളിപ്പെടുത്തണം. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിനൊപ്പം നിൽക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇന്നേ വരെ തയ്യാറാകാത്തതിന്റെ കാരണവും VD സതീശനും കൂട്ടരും വിശദീകരിക്കണം. ഈ പ്രമേയത്തിലെ ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പാർലമെന്റിൽ എഴുന്നേറ്റു നിന്നിട്ടുണ്ടോ എന്നറിയാൻ അവർക്ക് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷം നൽകിയ ജനതയ്ക്ക് അവകാശമുണ്ട്. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഇത്തരമൊരു ഭേദഗതി വേണമെന്ന് CPIM അംഗം ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിരുന്നു. ആ ഭേദഗതിയെ എത്ര കോൺഗ്രസ് MPമാർ പിന്തുണച്ചിട്ടുണ്ട് എന്നും അറിയണം. അല്ലെങ്കിൽ സ്വന്തം ഭേദഗതിയായി ഈ ആവശ്യം ഉന്നയിച്ച എത്ര കോൺഗ്രസ് MPമാരുണ്ട്? അക്കാര്യങ്ങളാണ് മലയോര സമരജാഥയിൽ VD സതീശൻ വിശദീകരിക്കേണ്ടത്. വന്യജീവി ശല്യം തടയാൻ സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന അധികാരം കവർന്നത് രാഹുലിന്റെയും പ്രിയങ്കയുടെയും അമ്മുമ്മ ഇന്ദിരാഗാന്ധിയാണ് 1972. ഈ നിയമം കർക്കശമാക്കിയതിൽ ഇവരുടെ പിതാവ് രാജീവ് ഗാന്ധിക്കും ഉത്തരവാദിത്വമുണ്ട്. ഇവർ ഇടംബലം നിന്ന് നിയന്ത്രിച്ച നരസിംഹറാവുവും മൻമോഹൻ സിംഗും ഈ നിയമം കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട്. വന്യജീവി പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങളിൽ നിന്ന് കവർന്നെടുത്ത ഇന്ദിരാഗാന്ധിയെ എത്ര പുകഴ്ത്തിയിട്ടും മതി വരുന്നില്ല ജയറാം രമേശിനെ പോലുള്ളവർക്ക്. അപ്പോൾ പിന്നെ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് എങ്ങനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെടും? മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് VD സതീശൻ പ്രസംഗിച്ചു നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവുമാണ്. കേരളത്തിന്റെ ആവശ്യം പാർലമെന്റിൽ ശക്തിയായി ഉന്നയിക്കുന്നതിന് തടസ്സം ഇവർ മാത്രമാണ്. ഇവർക്ക് കേരളത്തിലെ മലയോര ജനതയെ ഒരു കാര്യത്തിനേ ആവശ്യമുള്ളൂ: തങ്ങളെ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കുമ്പോൾ 4-5 ലക്ഷം ഭൂരിപക്ഷം നൽകണം. പക്ഷെ അതിന്റെ പേരിൽ മലയോര ജനത നേടുന്ന പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചാൽ അതൊരു അതിമോഹമാണ്. വല്ലപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു ഷേക്ക് ഹാൻഡോ ഫ്ലൈയിങ് കിസോ ഒക്കെ തരും. അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇന്ത്യ ഭരിച്ച രാജവംശത്തിലെ അംഗങ്ങളാണിവർ. അവരിൽ നിന്നൊരു കടാക്ഷം കിട്ടുന്നത് തന്നെ പുണ്യമാണെന്ന് കരുതി സമാധാനിക്കുക. അധികാരത്തിന്റെ സുഖലോലുപതയും പ്രിവിലേജും ആസ്വദിക്കാനാണ് അവർക്ക് രാഷ്ട്രീയം. അവരുടെ നാവുകൊണ്ട് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുമെന്നൊന്നും നാം പ്രതീക്ഷിക്കാൻ പാടില്ല. 4 അണയുടെ പ്രയോജനം നാടിന് ചെയ്യാത്തവരെയാണ് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം നൽകി പാർലമെന്റിലേക്ക് അയച്ചത് എന്ന തിരിച്ചറിവിലേക്ക് ഉണരുകയാണ് കേരളത്തിലെ മലയോര ജനത. അവരുടെ മുന്നിലാണ് VD സതീശന്റെ സമരാഭാസം. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇവരെയും കേരള ജനത അടിയന്തരമായി ക്ഷുദ്രജീവികളുടെ പട്ടികയിൽപ്പെടുത്തണം.